ഗുഡ് മോർണിംഗ്. ഞങ്ങളെ വീട്ടിന് ബാക്കിൽ കടലും ഫ്രണ്ടിൽ കായലുമാണേ. ഒരുപാട് പേർക്കൊക്കെ അറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് മൺഡേ രാവിലെ എടുത്ത വീഡിയോ ആണേ. അപ്പോൾ രാവിലത്തെ എൻ്റെ കുക്കിംഗ് കലാപരിപാടികൾ കാണാവേ. രാവിലത്തെ കാപ്പിക്കായിട്ട് അപ്പവും കടലക്കറിയായിരുന്നു കേട്ടോ. കടല വേവിക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് പയർ വേവിച്ച് മാറ്റണമായിരുന്നേ. കുറച്ച് ചീര തലേന്ന് വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു. അപ്പം ചീരത്തോരൻ വെക്കുമ്പോൾ പയറിട്ട് വെക്കുകയെ. അപ്പം പയർ ആദ്യം വേവിച്ച് മാറ്റിയിട്ട് വേണം കടലക്കറി വെക്കാനായിട്ട്. എനിക്കൊരു കുക്കറേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പയർ കഴുകി വൃത്തിയാക്കി കുക്കറിനകത്ത് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിക്കാനങ്ങ് വെച്ചേ. ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല മഞ്ഞാണ് കേട്ടോ. പക്ഷേ ഒരു 8-8:30 മണി വരെയും ഈ മഞ്ഞ് കാണും കേട്ടോ. അക്കരെ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും മഞ്ഞുള്ളത്. പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ വീഡിയോ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ വെയിലായതിന് ശേഷം എടുത്ത വീഡിയോ ആണേ. അപ്പം ഞാൻ പയർ ചിലപ്പോൾ ഒരു 5 വിസിലടുപ്പിക്കും. വെന്തില്ലാന്ന് കാണുവാണെങ്കിൽ പിന്നെ ഒരു വിസിലും കൂടെ അടുപ്പിക്കും കേട്ടോ. ഇതിപ്പോൾ മൊത്തം 6 വിസിലടുപ്പിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ രാവിലെ കുറച്ച് കാപ്പിയും കൂടെ അങ്ങട്ടെ. ഇനി നമുക്ക് കടലക്കറിക്ക് വേണ്ടി ഉള്ളിയൊക്കെ വൃത്തിയാക്കി എടുക്കാവേ. ചില ദിവസങ്ങളിൽ ഞാൻ തലേന്ന് തന്നെ ഉള്ളിയൊക്കെ അങ്ങ് അരിഞ്ഞ് വൃത്തിയാക്കി വെക്കും. ചില ദിവസങ്ങളിൽ വിചാരിക്കും വേണ്ട രാവിലെ ചെയ്യാമെന്നേ. പക്ഷേ ഈ രാവിലെ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേന് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണേ. അപ്പോഴത്തേന് നമ്മുടെ പയർ വെന്തിട്ടുണ്ടായിരുന്നു. പയർ വെന്ത് ഞാനൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയതിന് ശേഷം ആ കുക്കറിൽ തന്നെ കടലയ്ക്ക് അങ്ങ് വേവിക്കാൻ വെച്ച്. കടല വേവിക്കാൻ വെക്കുമ്പം ഒരു 10-15 കൊച്ചുള്ളിയും കൂടെ കീറിയിട്ട് 2 പച്ചമുളകും കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ വെച്ച് ഞാനങ്ങ് വേവിക്കാൻ വെക്കും കേട്ടോ. പൊടികളെല്ലാം പിന്നെ ഇടത്തോളെ. അത് ഞാൻ പിന്നെ വേറെ ഒരു 2 സവോള എടുത്ത് അരിഞ്ഞ് വഴറ്റി അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എല്ലാം ഇട്ട് പിന്നെ അത് സെപ്പറേറ്റ് വഴറ്റിയെടുത്ത് തക്കാളി ഇട്ട് അത് കുക്കറിനകത്തോട്ട് തട്ടി ഒഴിച്ചിട്ടാണ് പിന്നെ രണ്ടാമത് ഞാൻ വീണ്ടും വേവിക്കും കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളത്. പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. പിന്നെ വെന്ത കടലയ്ക്കകത്തുനിന്ന് കുറച്ച് കടല ഞാൻ എടുത്ത് മാറ്റുകയും ആ കടലയ്ക്കകത്തോട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്ത് അതങ്ങ് ഇതിനകത്ത് ഒഴിക്കും കേട്ടോ. അപ്പം നല്ല കുറുകിയിരിക്കും. പിന്നെ ഞാൻ ആ ഒഴിക്കുന്ന സമയത്ത് പച്ചവെള്ളം ഉപയോഗിക്കത്തില്ല. ഇവിടെ വെള്ളം തിളപ്പിക്കുന്നത് നമ്മൾ ജീരക വെള്ളമാണേ. അപ്പോൾ ആ ജീരക വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ടായിരിക്കും ഈ അരപ്പ് നമ്മൾ എടുക്കുമല്ലോ, കടലയും തേങ്ങയും കൊണ്ടുള്ള. അപ്പം അതിനകത്തോട്ട് ഈ ജീരക വെള്ളമായിരിക്കും ഞാൻ ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കത്തില്ല കേട്ടോ. കാര്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോഴേ ഒരു ഷോർട്സ് ഇടാൻ വേണ്ടി ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണേ. എടുത്ത് വീഡിയോ വലുതായിപ്പോയി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് അങ്ങിടാം. അപ്പോൾ രാവിലെ നമുക്ക് കടലക്കറിയുടെ കൂടെ അപ്പമായിരുന്നേ. തലേന്ന് സാധാരണ ഞായറാഴ്ച ഞാൻ അപ്പത്തിനെ ആട്ടാൻ ഇടും കേട്ടോ. അന്നത്തെ ദിവസം ഞാൻ ഇട്ടില്ലായിരുന്നു. തിങ്കളാഴ്ചത്തേനാണ് ഇട്ടത്. ഏകദേശം 2-3 ആഴ്ചയ്ക്ക് ശേഷം ഞാനിപ്പോൾ വീണ്ടും അപ്പം ഉണ്ടാക്കുന്നത്. 2-3 ഞായറാഴ്ച കൊണ്ട് അപ്പം ഉണ്ടാക്കുന്നില്ലായിരുന്നു. ഇവിടെ ആർക്കും വേണ്ട. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാവ് ഒരു 4-5 ദിവസം വരെ ഇവിടെ ഇരിക്കും. അവസാനം ഇവിടെ അമ്മച്ചി പിന്നെ എടുത്ത് ഉപയോഗിച്ച് കഴിച്ച് തീർക്കും കേട്ടോ. നമ്മളെടുത്ത് കളയാറൊന്നുമില്ല. അപ്പോഴത്തേനും എൻ്റെ ഇളയാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ഇളയാൾക്ക് തിങ്കളാഴ്ച മുതൽ എക്സാം തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. മൂത്താൾക്ക് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ എക്സാം. അതുകൊണ്ട് ഇത് മൂത്താൾക്ക് മാത്രം ഉച്ചക്കലത്തേന് കഴിക്കാൻ കൊണ്ടുപോയാൽ മതി. ആൾക്ക് ഞാൻ അപ്പവും കടലക്കറിയും തന്നെ കൊടുത്തു വിടുന്നത് കേട്ടോ. ഇളയാൾക്ക് 12 മണി വരെ ഉള്ളൂ. 12 മണിയാകുമ്പോഴത്തേന് ഞാനോ ആരെങ്കിലും പോയി വിളിക്കും കേട്ടോ. പിന്നെ നമ്മളെ കടലക്കറി നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം അവസാനം ഞാൻ ആ അരച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഒഴിച്ച് നല്ലതുപോലെ അങ്ങ് തിളപ്പിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഓഫ് ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെ മൂത്താക്ക് കഴിക്കാനും കൊടുത്ത് ആൾക്ക് കൊണ്ടുപോകാനുള്ളതും എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് അങ്ങ് കിറ്റിനകത്ത് വെച്ചതിന് ശേഷം ആളിനെ അങ്ങ് ബസ്സിൽ കയറ്റി വിടുകയും. ആൾ പ്രൈവറ്റ് ബസ്സിനാണെങ്കിൽ പോകുന്നത്. നമുക്ക് 8:20 ആകുമ്പോഴത്തേന് വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബസ് വരുകയും അതിൽ ആൾ അങ്ങ് പൊയ്ക്കോളും കേട്ടോ. ഇവിടുന്ന് തൊട്ടടുത്തുനിന്നൊരു ചേച്ചിയും കൂടെ ഉണ്ടേ, ആളുടെ കൂടെ അങ്ങ് പൊയ്ക്കോളും. അങ്ങനെ മൂത്ത ആൾ പോയതിന് ശേഷം പിന്നെ ഇനി ഉച്ചക്കലത്തേനുള്ളതും കൂടെ ഞാൻ രാവിലെ അങ്ങ് ആക്കി വയ്ക്കുകയും കുറേ ജോലി അങ്ങ് ഒഴിഞ്ഞ് കിട്ടുമല്ലോ. പിന്നെ ഇത് ചീര ഞാൻ തലേന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവേ. അങ്ങനെ ചീരത്തോരനും അങ്ങ് അടുപ്പത്തങ്ങ് വെച്ച് തോരനായിട്ടുള്ള അരപ്പിന് ഞാൻ തേങ്ങയ്ക്കകത്ത് കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് ചതച്ചങ്ങ് ഇട്ട് കൊടുക്കുവാണേ. പിന്നെ ഉച്ചക്കലത്തേനുള്ള കറിക്ക് ഞാൻ ഇപ്പോഴേ അങ്ങ് അരച്ച് വെക്കുവാണെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ എപ്പോഴാണ് കറണ്ട് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ചിലപ്പോൾ പോയി കഴിഞ്ഞ് 1 മണി കഴിഞ്ഞേ വരത്തുള്ളൂ. ഈ വീഡിയോ എടുക്കുന്ന ദിവസം പപ്പയുള്ള ദിവസമാണെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസമാണ് കറി വയ്ക്കുന്നത്. ഒന്നരാടെ ഇവിടെ കറി വെക്കത്തുള്ളൂ കേട്ടോ. അപ്പം അരപ്പും കൂടെ അങ്ങ് അരച്ച് വെച്ചാൽ പിന്നെ ഉച്ചക്കലത്തേന് വലിയ ജോലിയില്ലല്ലോ. ചോറും ഇരിപ്പുണ്ടായിരുന്നേ, തിളപ്പിച്ച് അങ്ങ് എടുത്താൽ മതി. അങ്ങനെ തോരനും റെഡിയായി കഴിഞ്ഞ് അരപ്പുമൊക്കെ ഒഴിച്ചൊരു പാത്രത്തിനകത്തോട്ട് അടച്ച് വെച്ച് ഇനി ഇളയാളെ കൊണ്ടാക്കണമേ. അപ്പം ഞാനും പെട്ടെന്ന് റെഡിയായി ഇളയാളെ കൊണ്ടാക്കുവാണേ. ഞാൻ പോയി ഇളയാളെ കൊണ്ടാക്കിയിട്ട് വരട്ടെ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളേ. വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാവേ.